തൻ്റെ പ്രിയജനത്തിൻ്റെ ഇടയിലുള്ള ദൈവിക ഇടപെടൽ വിസ്മയനീയമാണ്. അവരുടെ സമഗ്രമായ വളർച്ചയ്ക്കായി തൻ്റെ ശുശ്രൂഷകരിലൂടെ ദൈവം കാലാകാലങ്ങളിൽ ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നു. ആത്മീയവും ഭൗതികവുമായ ഒട്ടേറെ നേട്ടങ്ങൾ ഇവിടെ സംഭവിക്കുന്നതിനു പിന്നിലെ ദൈവപരിപാലനയുടെ കരങ്ങൾ അത്ഭുതകരമാണ്. ശാന്തതയിൽ, ദൈവിക സാന്നിധ്യത്തിൽ ഒരു ധ്യാനത്തിൻ്റെ നിമിഷങ്ങളിലൂടെ കടന്നുപോയാൽ നമുക്ക് തിരിച്ചറിയാനാവുന്ന ദൈവിക സ്പർശമുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ അനന്തമായ നന്മകളെ പ്രദാനം ചെയ്തുകൊണ്ട് എല്ലാ നിമിഷവും കൂടെയായിരിക്കുന്ന അനന്ത സ്നേഹത്തെ വെളിപ്പെടുത്തുന്നു. ആത്മീയമായി മാത്രമല്ല, സാമൂഹികമായും ഭൗതികതയുടെ ഒട്ടേറെ തലങ്ങളിലും നമ്മുടെ ജീവിതത്തെ ദൈവം വഴി നടത്തുന്നു. നമുക്ക് നേതൃത്വവും മാർഗനിർദ്ദേശങ്ങളും മാതൃകയും നൽകുന്നതിനായി തൻ്റെ പ്രിയങ്കരരായ അഭിഷിക്തരെയും ദൈവം നമുക്കായി നൽകിയിരിക്കുന്നു. പുനലൂർ രൂപതയുടെ മെത്രാൻ റവറൻ ഡോക്ടർ സെൽവിസ്റ്റർ പൊന്നുമുത്തൻ തൻ്റെ പ്രവർത്തന മേഖലകളുടെ വൈവിധ്യം കൊണ്ടും പ്രവർത്തന ശൈലിയുടെ ലാളിത്യം കൊണ്ടും ശ്രദ്ധേയനാണ്. അത്യന്തം സ്നേഹധനനും വിനയാന്യുതനുമായ ഈ കർത്തൃശുശ്രൂഷകന്റെ ജീവിതവീഥികളിലെ ദൈവീക ഇടപെടലുകൾ വിസ്മയകരമാണ്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര രൂപതയിൽപ്പെട്ട ഉച്ചക്കടയിൽ ജനിച്ചു വളർന്ന ബഹുമാനപ്പെട്ട ബിഷപ്പ് സെൽവിസ്റ്റർ പൊന്നുമുത്തൻ തൻ്റെ സവിശേഷമായ കുടുംബ സാഹചര്യങ്ങളിൽ നിന്നാണ് വിശ്വാസത്തിൻ്റെ പാഠങ്ങൾ അഭ്യസിച്ചത്. 1985 സ്ഥാപിതമായ പുനലൂർ രൂപതയുടെ മൂന്നാമത് മെത്രാനായി ബഹുമാനപ്പെട്ട ബിഷപ്പ് സെൽവിസ്റ്റർ പൊന്നുമുത്തൻ നിയോഗിക്കപ്പെടുന്നത് 2009 ആ നാളുകളിൽ കാർമൽഗിരി സെമിനാരിയുടെ റക്ടറായി സേവനമനുഷ്ഠിക്കുകയായിരുന്ന അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായിരുന്നു ആ തീരുമാനം. കേരള സഭയിലെ വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ച് ഏറെ കാലങ്ങളായി ദേവാലയ സംഗീതത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. വ്യക്തിപരമായ ആധ്യാത്മികത പരിപോഷിപ്പിക്കപ്പെടുന്നതിൽ ഇവിടെ സംഗീത സൃഷ്ടികൾ വഹിച്ചിട്ടുള്ള പങ്ക് ചെറുതല്ല. ദേവാലയ സംഗീതത്തിൻ്റെ വ്യത്യസ്തമായൊരു മേഖലയിൽ ബഹുമാനപ്പെട്ട ബിഷപ്പ് സെൽവിസ്റ്റർ പൊന്നുമുത്തൻ നടത്തിയ ഇടപെടലുകൾ ശ്രദ്ധേയമാണ്. വൈദികനായിരുന്നപ്പോൾ മുതൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക ഇടപെടലുകളിലൂടെ ഏറെ മനോഹര ഗാനങ്ങൾ രചിക്കുകയും അവയിലൂടെ ഏറെ പേരിൽ ആത്മീയ വളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്ത അദ്ദേഹം കർണാട്ടിക് രീതിയിൽ ഒട്ടേറെ ഗാനങ്ങൾക്ക് രൂപം നൽകുകയും ചെയ്തു. അതുവഴിയായി ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ആസ്വാദകരായ വലിയൊരു വിഭാഗം ജനങ്ങൾക്കിടയിലേക്ക് സുവിശേഷ സന്ദേശം എത്തിക്കുവാൻ അദ്ദേഹത്തിനായി. എൻ്റെ ഇടവകയിൽ ഒരു വൈദികൻ ഞങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ പാട്ടൊക്കെ പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഒരു ആകർഷണം, നമുക്ക് പാട്ടൊക്കെ പാടാനുള്ള താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ കൊയർ തന്നെയും ആൺകുട്ടികളുടെ ഒരു കൊയർ അച്ഛൻ സംഘടിപ്പിക്കുവാനായിട്ട് പാട്ട് പഠിപ്പിക്കുമായിരുന്നു. പിന്നെ സ്റ്റേജിൽ പാടാനുള്ള അവസരമൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ നൽകുകയുണ്ടായി. ഞാൻ സെമിനാരിൽ പഠിക്കുമ്പോൾ ഒരിക്കലും കൊയറിൽ മെമ്പറായിട്ടില്ല. പക്ഷേ ആരാധനയിൽ ഞാൻ സജീവമായിട്ട് പാടുമായിരുന്നു. വൈദികനായതിന് ശേഷം 1-2 പാട്ടുകളെ പോലെയൊക്കെ കുറിച്ചൊക്കെ വെച്ചു. പക്ഷെ ആരെയും കാണിച്ചിട്ടൊന്നുമില്ല. 83 തന്നെ ഒരു പാട്ട് ഞാൻ മൈനർ സെമിനാരിൽ പ്രീഫെക്റ്റ് ആയിരുന്നപ്പോൾ എഴുതി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ സംഗീത മേഖലയിലേക്ക് എന്നെ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു പ്രോത്സാഹിപ്പിച്ച 2 ഘടകമെന്ന് പറയുന്നത്, ഒന്ന് വൈദിക വിദ്യാർത്ഥികളാണ്. ഞാൻ ആലുവ സെമിനാരിയിൽ പഠിപ്പിക്കുന്ന അവസരത്തിലാണല്ലോ കാർമൽഗിരി സെമിനാരി മിസ്സിയോളജി ഫോറം തുടങ്ങിയത്. അപ്പോൾ
ഒരു വൈദിക വിദ്യാർത്ഥികളിൽ ഒരു പ്രേക്ഷിത ചൈതന്യം വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെയാണ് കാർമൽഗിരി സെമിനാരി മിസ്സിയോളജി ഫോറം തുടങ്ങിയത്. അപ്പോൾ അതിൽ ഞങ്ങളുടെ കോർ ഗ്രൂപ്പ് അംഗങ്ങൾ തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, മിഷണറിമാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പുസ്തകം എഴുതുക, പിന്നെ നല്ല മിഷൻ ആന്തങ്ങൾ നമ്മൾ കമ്പോസ് ചെയ്യുക, രചിക്കുക ഉള്ള അവസരങ്ങളുണ്ടാക്കുക. അപ്പോൾ കാർമൽഗിരി സെമിനാരിലെ വൈദിക വിദ്യാർത്ഥികൾ ഒരു തരത്തിൽ ഒരു സംഗീത ആൽബം തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചിന്തയും അതിനോടൊത്ത് ഞാൻ സഹകരിച്ചു. ആ കാലഘട്ടത്തിലാണ് കുമ്പളം ബാബുരാജ് ഭാഗവതരുമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത്. കുമ്പളം ബാബുരാജ് ഭാഗവതർ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രസിദ്ധ സംഗീതജ്ഞനായ ഡോക്ടർ കെ ജെ യേശുദാസനോടൊപ്പം തന്നെ ഒരു വിദ്വാൻ്റെ കീഴിൽ പഠിച്ച വ്യക്തി കൂടെയാണ് എന്ന കാര്യം ഞാൻ ഓർമ്മിക്കട്ടെ. ഒരവസരത്തിൽ ഞാൻ മരട് PS ഹോസ്പിറ്റലിൽ അക്യുപഞ്ചർ ആയിട്ട് ചികിത്സയിൽ കഴിഞ്ഞപ്പോൾ മാതാവിനെക്കുറിച്ചൊരു ഗാനം എഴുതിയപ്പോൾ ഞാൻ ജസ്റ്റ് ആ സിസ്റ്റർ ഡോക്ടറിനെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തു, കാരണം ഒരുപാട് സമയമുണ്ടെന്ന് ഷെയർ ചെയ്തു. പറഞ്ഞു കൊള്ളാം, നല്ല വേഴ്സാണ്, അപ്പോൾ ഇവിടെ ഒരു സാറ് വരുന്നുണ്ട്, നമുക്ക് സാറിനെ കൊണ്ട് ട്യൂൺ ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ കൊടുത്തു. അദ്ദേഹം വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും നല്ല രീതിയിൽ കമ്പോസ് ചെയ്യും. രക്ഷകനെ കാത്തിരുന്ന മരിയെ പുണ്യജീവിത മാതൃകയെ രക്ഷക ജന്മത്താൽ തന്നെയാകും അമ്മയെ വാക്കുന്നു. രക്ഷകനെ കാത്തിരുന്ന മരിയെ പുണ്യജീവിത മാതൃകയെ രക്ഷകനെ കാത്തിരുന്ന മരിയെ പുണ്യജീവിത മാതൃകയെ രക്ഷക ജന്മത്താൽ ധന്യയാകും രക്ഷക ജന്മത്താൽ ധന്യയാകും അമ്മയെ വാഴ്ത്തുന്നു ഭക്തിയോടെ. ആ ഒരു പാട്ട് അദ്ദേഹം പാടി കേൾപ്പിക്കുകയും ആ പാട്ട് തന്നെ ക്ലാസിക്കൽ രീതിയിൽ ആഭേരി രാഗത്തിൽ ഇത് ചെയ്യാൻ സാധിക്കുമെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു. എനിക്ക് ആഭേരി രാഗവും വേറൊരു രാഗത്തെക്കുറിച്ചൊരു പിടിയുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ആ ഒരു രാഗത്തിൽ കർണാട്ടിക് ട്യൂണിൽ പാടിയപ്പോൾ ഒരു നന്നായിട്ട് തന്നെ സ്പർശിച്ചു. പിന്നെ കുറേയൊക്കെ അങ്ങ് അറിയാതെ എഴുതാനുള്ള പ്രചോദനമൊക്കെ ഉണ്ടായി. കൃപയെക്കുറിച്ചും തിരുഹൃദയത്തെക്കുറിച്ചും മാതാവിനെക്കുറിച്ചുമുള്ള. പിന്നീട് അതൊരു നമുക്കെന്ത് CD ആക്കിക്കൂടെ എന്നുള്ളത് വന്നു. ഇപ്പോൾ CD ഞാനൊന്ന് പ്രോത്സാഹനം കൊടുത്തു. സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 10-40 വർഷം സ്കൂളിലൊക്കെ പഠിപ്പിച്ച ആളാണെങ്കിലും പുറത്തെ ഒരു CD ഒന്നും വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ ഒരു താല്പര്യമുണ്ടായിരുന്നു. കാരണം വലിയൊരു കലാകാരനാണ്, അല്ലെങ്കിൽ കേരളം അറിയാതെ നഷ്ടപ്പെടും അല്ലോ എന്നുള്ള ചിന്തയും എനിക്കുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനായിട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങളൊരു CD ഇറക്കി. ദേവാ തുറന്നാലും എന്ന ടൈറ്റിലോടുകൂടെ തന്നെ ഒരു CD ഇറക്കി. അത് ഒരു അവസരത്തിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു കമൻ്റ് എന്നെ വളരെ സ്വാധീനിച്ചു. അതായത് അദ്ദേഹം ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിന് ശേഷം ഒരു കടയിൽ വെച്ചൊരു ആൾ പറഞ്ഞു, ഒരു മനുഷ്യൻ വന്ന് അവിടെ CD ക്ലാസിക്കൽ കർണാട്ടിക് CD ഉണ്ടോ എന്ന് ചോദിച്ചു. അതില്ലാന്ന് പറഞ്ഞു. പിന്നെ ഒരു ക്രിസ്ത്യൻ കർണാട്ടിക്കുണ്ട്. അപ്പോൾ അത് ഒരു ഹിന്ദു സഹോദരൻ ചോദിക്കുകയും മേടിക്കുകയും പോയപ്പോൾ അപ്പോൾ ഈ പല മനുഷ്യരും സംഗീതത്തെ വ്യത്യസ്തമായിട്ട് വെറും മതാത്മകമായിട്ടല്ല അതിൻ്റെ ഉപരിയായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്ത്യൻ തീംസ് ബൈബിളിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ഭാരത സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് സംഗീതമായിട്ട് ആവിഷ്കരിക്കുകയാണെങ്കിൽ ധാരാളം ആളുകൾക്കത് പ്രയോജനപ്പെടുമെന്ന് തോന്നി. അപ്പോൾ ഞാനും അറിയാതെ കൂടുതൽ വരട്ടെ എന്നുള്ള ഒരു കർത്താവ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾക്ക് തടസ്സം നിൽക്കാതെ വന്നത് എഴുതിയത് അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം അത് കമ്പോസ് ചെയ്തു. ഒത്തിരി രാഗങ്ങളിൽ അദ്ദേഹം ചെയ്തു. യഥാർത്ഥത്തിൽ ഈ കർണാട്ടിക് സംഗീതം എന്ന് പറയുന്നത് അത് കീർത്തനമാണ്, പ്രാർത്ഥനയാണ്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഒരു ഇത് പെട്ടെന്ന് ഉൾക്കൊള്ളാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ആ ഒരു പ്രാർത്ഥനയായിട്ട് എടുക്കുമ്പോൾ കൂടുതൽ ആസ്വദിക്കുവാൻ സാധിക്കും. ഏകദേശം എത്ര CD അല്ല ആൽബങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്? കർണാട്ടിക്കിലെ രാഗങ്ങളോടുകൂടെ 10-30ഓളം
കീർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഡിവോഷണൽ സോങ്സ് കുറേ ഉണ്ട് ദ്വീപലിക്ക ഉള്ളതായിട്ട്. ഏകദേശം 50 പാട്ടുകളൊക്കെ ചെയ്തിട്ടുള്ളൂ, കൂടുതലൊന്നുമല്ല. പക്ഷേ ചെയ്തതിനെ ഓർത്ത് സന്തോഷമുണ്ട്. തൻ്റെ കരങ്ങളിൽ ദൈവം ഭരമേൽപ്പിച്ച പുനലൂർ രൂപതയിലെ അദ്ദേഹത്തിൻ്റെ മാതൃകാപരമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നാം മനസ്സിലാക്കി. രൂപതയുടെ രജത ജൂബിലിയോടനുബന്ധിച്ച് അദ്ദേഹം രൂപം നൽകിയ ചില പദ്ധതികളും പുതുമ നിറഞ്ഞതും പ്രചോദനാത്മകവുമായിരുന്നു. രൂപതയിലെ വലിയ വിഭാഗം പാവപ്പെട്ടവർക്കിടയിൽ ശക്തമായ ഇടപെടലുകൾ നടത്തുവാനും എല്ലാവരെയും കൂടുതൽ ഫലപ്രദമായി ഒരുമിച്ച് നിർത്തുവാനും പര്യാപ്തമായിരുന്നു ആ പദ്ധതികൾ. രൂപതയുടെ ജൂബിലിക്ക് ഒരുക്കമായിട്ട് അതും ചെയ്ത എല്ലാ വൈദികരുടെയും സന്യസ്തരുടെ പ്രതിനിധികളുടെയും എല്ലാ ഇടവുകളിൽ നിന്നും അൽമാരുടെയും കൂടെ ഒരു മീറ്റിംഗ് കൂടി ആലോചിച്ചാണ് കാര്യങ്ങളൊക്കെ നടത്തിയത്. വളരെ സന്തോഷമായിട്ട് നുൻഷ്യോ പുനലൂരിൽ ആദ്യമായിട്ട് വരികയുണ്ടായി. ഒരു കർമ്മ പരിപാടികളായിട്ട് ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ചും വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഊന്നൽ നൽകണമെന്നും ഭവനമില്ലാത്തവർക്ക് ഭവനം വെച്ചു കൊടുക്കുന്ന ഒരു പരിപാടി ആവിഷ്കരിക്കണമെന്നുമൊക്കെയുള്ള തീരുമാനമുണ്ടായി. പിന്നെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും പരിപാലന രംഗത്തുമൊക്കെ കൂടുതൽ അല്പകൂടെ ഊർജിതമായ പ്രവർത്തനങ്ങൾ നടത്തണമെന്നുള്ള തീരുമാനങ്ങളുണ്ടായി. വളരെ എക്സ്പ്ലിസിറ്റായിട്ടും വളരെ പ്രാധാന്യം കൊടുത്തു വന്ന ഒരു പ്രോജക്റ്റായിരുന്നു കൂട്ടായ്മയുടെ ഭവന പദ്ധതി. അതായത് ഗവൺമെൻറ് പണ്ട് 1,00,000 വീടും EMSൻ്റെ ഭവന പദ്ധതികളൊക്കെ കൊണ്ട് എല്ലാ സർക്കാരുകളും ഭവനങ്ങളിൽ വെച്ച് കൊടുക്കുന്നു എന്നുള്ള തീരുമാനങ്ങളൊക്കെ പത്രങ്ങളൊക്കെ വരും. പക്ഷേ ആളുകൾ ഇപ്പോഴും ഭവനമില്ലാതെ കഴിയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലം വളരെയധികം അനുഭവപ്പെടുന്ന, ഈ ഒരു സാഹചര്യം അനുഭവപ്പെടുന്ന ഒരു രൂപതയായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു. മാത്രമല്ല, ഞാൻ രൂപതയിലെ വിവിധ ഭാഗങ്ങളിൽ പോകുമ്പോൾ ചില വ്യക്തികളെങ്കിലും പിതാവേ ഞങ്ങൾക്ക് ഭവനമില്ല, ഭവനം വെച്ച് തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലത് വളരെ ഒരു വേദനയായിട്ടും നമ്മളത് ഒരു ദൗത്യമായിട്ടും എപ്പോഴും അനുഭവപ്പെട്ടിരുന്നു. ഇപ്പോൾ ജൂബിലിയുടെ ഒരു പശ്ചാത്തലത്തിൽ ആലോചന വന്നപ്പോൾ നമുക്ക് ഒരു 50 ഭവനങ്ങൾ എങ്കിലും വെച്ച് കൊടുക്കണമെന്നുള്ള ഒരു നിർദ്ദേശം വരികയുണ്ടായി. അപ്പോൾ ഞാനൊരു കർമ്മ പരിപാടിയായിട്ട് ആവിഷ്കരിച്ചതാണ് എല്ലാ കുടുംബവും ആഴ്ചയിൽ 50 രൂപ വെച്ച് കൊടുക്കുക. അപ്പോൾ ജൂബിലി വർഷത്തിൽ ഒരു 50 ആഴ്ച കണക്കാക്കിയാൽ 52, അപ്പോൾ 50 ആഴ്ച എടുക്കുകയാണെങ്കിൽ ഒരു 50 രൂപ വെച്ചാകുമ്പോൾ 2,500 രൂപ ഓരോ വീട്ടുകാരും. അപ്പം അങ്ങനെ നമ്മൾ സമാഹരിക്കുകയാണെങ്കിൽ ഏകദേശം 5,000-ഓളം കുടുംബങ്ങളുണ്ട്. അപ്പോൾ ഒരു 4,000 കുടുംബങ്ങളെ നമ്മൾ കണക്കിലെടുത്താൽ മറ്റു കുടുംബങ്ങളൊക്കെ പലപ്പോഴും വിധവകളോ രോഗികളോ ഒക്കെ ആയിട്ട് കഴിയുന്നവരായിരിക്കും. സാമ്പത്തികമായിട്ട് ഒന്നും 50 രൂപ പോലും ആഴ്ചയിലെടുക്കാൻ സാധിക്കാത്തവരൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് കഴിയുന്ന എല്ലാവരും തന്നെ ആഴ്ചയിൽ 50 രൂപ വെച്ച് സമാഹരിക്കുകയാണെങ്കിൽ 2,500 രൂപയാവും. അപ്പോൾ ഒരു 4,000 കുടുംബങ്ങൾ സഹായിക്കുകയാണെങ്കിൽ മിനിമം 1 കോടി രൂപ സമാഹരിക്കാൻ സാധിക്കും. 50 വീട്ടുകാർക്ക് 2,00,000 രൂപ വെച്ച് നൽകുവാൻ സാധിക്കും. അപ്പോൾ അതിന് തക്കതായ രീതിയിലൊരു കമ്മിറ്റിയൊക്കെ എടുത്തു. അപ്പോഴേ അച്ഛന്മാർ ഒരു കോഷൻ നൽകുകയുണ്ടായി. എല്ലാവരും ഉടനെ ചെയ്യണമെന്നില്ല, പക്ഷേ അതിലല്പം ഒന്ന് നിർബന്ധം പിടിച്ചു. കാരണം ഈ ഒരു പദ്ധതിയിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന്. അപ്പോൾ ഇന്ന് ഏകദേശം ഒരു 15 വീട് പൂർത്തിയായി, 10 വീടുകൾ താമസിയാതെ പൂർത്തിയാകും. അപ്പോൾ ഒരു 25 വീടെങ്കിലും ഈ ഒരു ശൈലിയിൽ നമുക്കൊരു കൂട്ടായ്മയുടെ ഭവന പദ്ധതിയുടെ ഭാഗമായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്.
പിന്നെ അടുത്ത ഒരു 25 വീടുകൾ ഉടൻ തന്നെ അതിൻ്റെ ആ ഒരു, കാരണം സെലക്ഷനും വളരെ ഒരു സുതാര്യമായ രീതിയിലുള്ള ഒരു സെലക്ഷനാണ് എടുക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു വ്യക്തിയുടെ മാത്രമല്ല, ഇടവകയിലെ സാമൂഹ്യ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ടവരും അജപാലന സമിതിയും കൂടെ ഒരുമിച്ച് ചേർന്നാണ് വീടുകൾ സെലക്ട് ചെയ്യുന്നത്. കൂട്ടായ്മയുടെ ഭവന പദ്ധതി എന്ന മാതൃകാപരമായ ഉദ്യമം ഏറെ നന്മകൾ ഉൾക്കൊള്ളുന്നതും പുറം ലോകത്തിനും പ്രചോദനം നൽകുന്നതുമാണ്. മനുഷ്യൻ അനുദിനം സ്വാർത്ഥ മനോഭാവങ്ങളിലേക്ക് ആഴ്ന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ സന്ദേശത്തിന് ഏറെ പ്രസക്തിയുണ്ട്. വരും കാലങ്ങൾ സാധാരണക്കാരെ സംബന്ധിച്ച് അതിജീവനത്തിനായി ഏറെ ദുരിതമനുഭവിക്കേണ്ടതായി വരുന്ന അനുഭവങ്ങളാണ് കാത്തിരിക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന ബഹുമാനപ്പെട്ട സെൽവിസ്റ്റർ പിതാവ് ഈ ലോകത്തിനു മുന്നിൽ മഹത്തരമായൊരു മാതൃകയാണ് നൽകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഭവനമില്ലാത്തവർക്ക് ഭവനം ഉണ്ടാകുക, നൽകാൻ പറ്റില്ല, ഉണ്ടാകുക എന്ന്. രണ്ടാമതായിട്ട് ഒരു പങ്കുവയ്പ്പിൻ്റേതായ ഒരു ശൈലി വളർത്തിയെടുക്കുക. പ്രത്യേകിച്ചും ഞാൻ ബിഷപ്പായപ്പോൾ എടുത്തൊരു ആപ്തവാക്യമായിട്ട് വിശ്വാസവും വികസനവും എന്നുള്ളതാണ്. അപ്പോൾ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് നമ്മൾ വികസനത്തിൽ പങ്കുകാരാകണം. അത് ഈ ഒരു പങ്കാളിത്ത സഭയിലൂടെയാണ് അത് വരേണ്ടത്. ഒരു പങ്കാളിത്തം അതിലുണ്ടാകണം എല്ലാവരുടെയും. അപ്പോൾ അതൊരു പങ്കാളിത്തം എന്ന് പറയുമ്പോൾ പാർട്ടിസിപ്പേഷനോടൊപ്പം തന്നെ ഒരു ഷെയറിങ്ങും വരികയാണ്. അപ്പോൾ അവിടെ എല്ലാവരും തങ്ങൾക്കുള്ളത് ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഇല്ലാത്തവർക്കൊരു ഭവനം ഉണ്ടാകുന്നതിൽ എല്ലാവരും പങ്കുചേരുന്നു, നമുക്കുള്ളത് നമ്മൾ പങ്കുവയ്ക്കുന്നു. മൂന്നാമത് ഞാൻ കണ്ട ഒരു കാര്യം, ഇതിൻ്റെ ആവശ്യകത വളരെ കൂടുതലായിട്ട് വരികയാണ്. പ്രത്യേകിച്ചും ഭാരതത്തിൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ സാഹചര്യത്തിൽ സോഷ്യൽ സെക്യൂരിറ്റിയോ ഹെൽത്ത് സെക്യൂരിറ്റിയോ ഇല്ല, വിദേശ നാടുകളുള്ളതുപോലെ. വരാൻ പോകുന്നത് ഭയാനകമായ രീതിയിൽ സാമ്പത്തികമായ ക്ലേശങ്ങളായിരിക്കും. ഇത് ഏറ്റവും അധികം അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് മിഡിൽ ക്ലാസ്സും പാവപ്പെട്ടവരുമായിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോഴേ ഒരു പങ്കാളിത്തം ഷെയർ ചെയ്യുന്ന പങ്കുവയ്പ്പിൻ്റേതായ ഒരു ശൈലി വളർത്തിയെടുത്തില്ല എങ്കിൽ ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരും. തനിക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സമൂഹം താരതമ്യേന ചെറുതാണ് എന്നത് ബഹുമാനപ്പെട്ട സെൽവിസ്റ്റർ പിതാവിന് നൽകുന്ന സ്വാതന്ത്ര്യം ചെറുതല്ല. അതുകൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളും ഫലപ്രദവുമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും പൂർത്തിയാക്കുവാനും അദ്ദേഹത്തിന് എളുപ്പം കഴിയുന്നു. എല്ലാ ഇടവക ദേവാലയങ്ങളും സമയബന്ധിതമായി സന്ദർശിക്കുക, എല്ലാ നവദമ്പതികളെയും ബിഷപ്സ് ഹൗസിൽ സ്വീകരിക്കുക, വളർന്നുവരുന്ന കുഞ്ഞുങ്ങളുമായി ഘട്ടം ഘട്ടമായി അടുപ്പം കാത്തുസൂക്ഷിക്കുക തുടങ്ങി അദ്ദേഹം ചെയ്തു വരുന്ന സവിശേഷമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും പുറമെ എല്ലാ ഭവനങ്ങളും നേരിട്ട് സന്ദർശിക്കുന്നതിനും അദ്ദേഹം ശ്രമിക്കുന്നു. ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ആത്മാക്കളെയും ദൈവിക പദ്ധതികളോട് ചേർത്ത് പരിപാലിക്കുന്നതിനും പര്യാപ്തമാണ്. മുൻകാലങ്ങളിലൊക്കെ ഇപ്പോൾ ഇടയ സന്ദർശനം, ഒരു ഇടവകയിൽ ഒരു ബിഷപ്പ് ചെല്ലുന്നത് ഒരു സല്ലേപനം കൊടുക്കാൻ ഒരു 5 വർഷം കൂടുമ്പോൾ ഒരു അങ്ങനെ ഒരു റൂളുണ്ടല്ലോ. മുൻകാലങ്ങളെ പ്രത്യേകിച്ച് എൻ്റെ ചെറുപ്പത്തിലൊക്കെ എനിക്കുള്ളത് പകലെ നിന്ന് നോക്കിക്കാണുന്ന ഒരു അതെ. ഇപ്പോൾ ഇപ്പം നമ്മൾ മാർപ്പാപ്പ അകലെ നിൽക്കുന്ന ആളാണ്, ഇപ്പോൾ നമ്മൾ കാണുന്നത് അങ്ങനെ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതുപോലെ ആയിരുന്നു അന്നത്തെ ഒരു അനുഭവം. അപ്പോൾ ഇന്ന് പിതാവിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആ ഇടവക 5 വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ ഇടവക സന്ദർശനം നടത്തുന്നതിൻ്റെ കൂടെ തന്നെ എല്ലാ ഭവനങ്ങളും സന്ദർശിക്കുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് കിട്ടുന്ന ഒരു വലിയ ഉൾക്കാഴ്ചയുണ്ട്. ഇപ്പം ഒരു
ഒരു സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ബിഷപ്പ് വീട്ടിൽ വരിക അല്ലെങ്കിൽ അറിവ് ഒന്നിച്ചിരുന്ന് ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അത് പിതാവിൻ്റെ അവരുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ എന്താണ് ഒരു അല്ലെങ്കിൽ അനുഭവം? അതിൽ വലിയ അസാധാരണത്വമൊന്നുമില്ല. കാരണം കർത്താവ് എല്ലാവരുടെ അടുത്തും പോയി, അവിടെ പാവപ്പെട്ടവരുടെ വീട്ടിലും പോയി, പണക്കാരുടെ വീട്ടിലും പോയി, രോഗികളുടെ വീടുകളിലും പോയി, അല്ലേ, കാനായിലെ കല്യാണ വീട്ടിലും പോയി. അപ്പോൾ ഒന്ന് ഇത് ഇടയ ദൗത്യത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ഭവനം സന്ദർശിക്കുക. എന്നെ എല്ലാവരും പിതാവെന്ന് വിളിക്കുകയാണെങ്കിൽ എനിക്ക് അവകാശപ്പെട്ടതാണ് രൂപതയിലെ എല്ലാ ഭവനങ്ങളും. പിന്നെ നമ്മളൊരു സഭാത്മകമായിട്ട് സഭയുടെ വീക്ഷണം തന്നെ എല്ലാ വ്യക്തികളെയും അറിയുക. വളരെ പ്രത്യേകിച്ച് അച്ഛൻ പറഞ്ഞല്ലോ ഇങ്ങനെ നമ്മളൊരു ഔദ്യോഗിക സന്ദർശനം. അപ്പോൾ ഔദ്യോഗിക സന്ദർശനത്തിൻ്റെ ഭാഗമാണ് രോഗികളായിട്ടുള്ളവരും വേദനിക്കുന്നവരെയും ഒക്കെ കാണുക, അവരുമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് മെത്രാന്മാരുടെ ദൗത്യമാണ്. മാത്രമല്ല, ഒരാൾ മെത്രാനാകുമ്പോൾ തൻ്റെ രൂപതയ്ക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് മെത്രാനാകുന്നത്. അത് ഡീക്കനാകുന്നത് മുതലേ അങ്ങനെയാണ്. ഞാനും ഇതിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് എല്ലാവർക്കും വേണ്ടിയാണെന്നുള്ള ഒരു വലിയൊരു ഉൾക്കാഴ്ച എനിക്ക് മെത്രാനായപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഒരു ഭവനങ്ങളിൽ പോകുമ്പോൾ ഒന്നവരെ മനസ്സിലാക്കുവാനും അവരോടത്ത് പ്രാർത്ഥിക്കുവാനും നമ്മൾ അവരിൽ നിന്ന് ഒരുപാട് പഠിക്കുന്നുണ്ട്. അവരുടെ ജീവിതകാര്യങ്ങളും നമുക്ക് കൂടുതൽ ഞാൻ ഇൻട്രാക്ഷൻസ് ഒന്നും നടത്താനുള്ള സമയം എനിക്ക് കിട്ടാറില്ല, ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. കാരണം എൻ്റെ പ്രതിനിധിയായിട്ടാണ് ഓരോ ഇടവകയിലും വൈദികൻ ഉണ്ടായിരിക്കുന്നത്. ഞാൻ ചെയ്യുന്നത് എല്ലാ ഭവനങ്ങളും സന്ദർശിച്ച് എനിക്ക് വളരെ എപ്പോഴും കർത്താവ് പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് സമാധാനം ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറയുമ്പോഴുണ്ടാകുന്ന ഒരു വലിയൊരു സംതൃപ്തിയും ഒരു കർത്താവിൻ്റെ ആ പ്രേക്ഷിത പ്രവർത്തനത്തിൽ നമ്മൾ പങ്കുചേരുന്ന ഒരു നിമിഷമായിട്ട് എന്നെ അനുഭവപ്പെടാറുണ്ട്. ബഹുമാനപ്പെട്ട സെൽവിസ്റ്റർ പിതാവിൻ്റെ വ്യക്തിപരമായ വിശ്വാസ ജീവിതവും ഏറെ മാതൃകാപരമാണ്. മാതാവിനോടുള്ള അടിയുറച്ച ബന്ധം എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് ക്രിസ്തുവിനായി ശുശ്രൂഷ ചെയ്യുവാൻ അദ്ദേഹത്തെ സഹായിക്കുന്നു. ദിവ്യകാരുണ്യത്തോടും തിരുഹൃദയത്തോടും പരിശുദ്ധ അമ്മയോടുമുള്ള അടിയുറച്ച ഭക്തിയാണ് തൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. ഏറ്റെടുക്കുന്ന വലിയ ഉദ്യമങ്ങളെല്ലാം വിജയത്തിലെത്തിച്ചേരുന്നതിന് തൻ്റെ പ്രാർത്ഥനാ ജീവിതം ശക്തി പകരുന്നുവെന്ന് ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്ന പിതാവ് ഉറച്ച വിശ്വാസ ജീവിതം സ്വന്തമാക്കുവാനായി നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് പുനലൂർ രൂപത കൈവരിച്ച നേട്ടങ്ങളും രൂപതാംഗങ്ങളുടെ ആത്മീയ ഉന്നമനവും പിതാവിൻ്റെ വാക്കുകൾക്ക് സാക്ഷ്യം നൽകുന്നു. ഒരവസരത്തിൽ പ്രത്യേകിച്ചും ഞാനൊരു യാത്രയ്ക്ക് പോയിട്ട് ടിക്കറ്റൊന്നും കൺഫേം ആയില്ല. ഒരു പ്രത്യേക സാഹചര്യം, എനിക്ക് തന്നെ അറിയില്ല എങ്ങനെയാണെന്ന്. വലിയൊരു അനുഭവമായിരുന്നു പരിശുദ്ധ മറിയത്തിൻ്റെ ഒരു സംരക്ഷണം. ഐ ഡു നോട്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ. ആ പശ്ചാത്തലത്തിലാണ് വാസ്തവത്തിൽ രക്ഷകനെ കാത്തിരുന്ന മരിയെ എന്നുള്ള ഗാനം തന്നെ ഞാൻ എഴുതിയത്. ആ പരിശുദ്ധ മറിയത്തിൻ്റെ ഒരു പ്രത്യേക സംരക്ഷണം, ഇറ്റ് ഈസ് ഒരു ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്തതുണ്ട്. പക്ഷെ അതുമുതൽ എപ്പോഴും പരിശുദ്ധ മറിയത്തിൻ്റെ ഒരു അക്കമ്പനിമെൻ്റ് എനിക്ക് ഉണ്ട്. പ്രത്യേകിച്ചും ഇടയ ശുശ്രൂഷ ആരംഭിച്ചപ്പോഴും പല ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് പോലുമൊക്കെ അനുഭവിക്കുമ്പോഴുമൊക്കെ പരിശുദ്ധ മറിയത്തിൻ്റെ ഒരു പ്രത്യേക സംരക്ഷണം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പം ഞാൻ പരിശുദ്ധ മറിയവും തിരുഹൃദയവും ഒരുമിപ്പിച്ചാണ് കൊണ്ടുപോകുന്നത്.
കാരണം സേക്രഡ് ഹാർട്ട് ഡിവോഷനും ചിലപ്പോൾ വീട്ടിൽ നിന്നൊക്കെ കിട്ടിയതായിരിക്കാം, അറിയാതെ തിരുഹൃദയത്തോടുള്ള ഒരു പ്രത്യേകമായ ഒരു ഭക്തി എനിക്ക് വ്യക്തിപരമായിട്ടുണ്ട്. മാതാവിനോടുള്ള ഭക്തി ഞാൻ വൈദികനായതിന് ശേഷമാണ് കൂടുതലായിട്ട് വന്നത്. അപ്പോൾ തിരുഹൃദയത്തോടുള്ള ഭക്തി എനിക്ക് വളരെ സ്ഥായിയായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ എനിക്ക് 3 ഭക്തിയാണ് പ്രധാനമായിട്ടുമുള്ളത്. 1 ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തി, 2 തിരുഹൃദയത്തോടുള്ള ഭക്തി, 3 പരിശുദ്ധ മറിയത്തോടുള്ള ഭക്തി. ജീവിതശൈലി കൊണ്ടും വ്യക്തിത്വം കൊണ്ടും പ്രവർത്തന രീതികൾ കൊണ്ടും വ്യത്യസ്തനായ ഒരു ശുശ്രൂഷകൻ തൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും തിരിച്ചറിയുന്ന ദൈവിക ഇടപെടലുകൾ പങ്കുവയ്ക്കുമ്പോൾ അത് നാം ഏവർക്കും വലിയ പ്രചോദനമായി മാറുന്നു. ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവിടുത്തെ സമൂഹത്തിനിടയിൽ ഒരാളായി മുന്നേറുന്ന ബഹുമാനപ്പെട്ട ബിഷപ്പ് സെൽവിസ്റ്റർ പൊന്നുമുത്തൻ തൻ്റെ ജീവിതയാത്ര തുടരുകയാണ്. ഈ യാത്രയിൽ ദൈവിക പദ്ധതികൾ നിറവേറ്റപ്പെടുന്നതിനും ദൈവം മഹത്വപ്പെടുന്നതിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.